അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് എല്ലാം ഞങ്ങൾ പാക്ക് ചെയ്തു. ഞാനിതാ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ ബേബി കിടക്കുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് അച്ഛനാണ് കാണാം. ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബാക്കിയൊക്കെ പാക്കായി കഴിഞ്ഞു സാധനങ്ങളൊക്കെ. അമ്മ നോക്കും ഇതാ ക്ഷീണിച്ച് ഞങ്ങളുടെ രണ്ടാളും ഉണ്ടായിരുന്നുള്ളൂ രാത്രി 2 ദിവസം. Hello everyone, നമസ്കാരം to all of you. It's me Dr. Sruthi Jyothis. Welcome back to our channel. നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ ഞാൻ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത വീഡിയോ ക്ലിപ്പാണ്. അതിൽ കണ്ടാൽ തന്നെ അറിയാം എൻ്റെ മുഖം വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ആക്ച്വലി ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എൻ്റെ ബേബീനെ കൊണ്ടിട്ട് ആദ്യമായി വീട്ടിലേക്ക് വരുന്ന ദിവസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മെമ്മറബിൾ ആയ ഒരു ദിവസം ആണ്. എനിക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പിസിയോട്ടമി ഉണ്ടായിരുന്നു, അതിലൊരു 5 സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഡെലിവറി കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞാൻ എഴുന്നേറ്റിരിക്കാനും നടക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓവർ കോൺഫിഡൻസ് കൊണ്ട് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം നമ്മൾ എഴുന്നേക്കും നടക്കുകയൊക്കെ വേണം. അങ്ങനെ ബെഡ് റിഡൺ ആയിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അതിപ്പോൾ സിസേറിയൻ ആണെങ്കിലും അതെ, വേദന ഇല്ല എന്നല്ല, വേദന ഉണ്ടായിരുന്നു. എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാനും മോളെ എടുക്കാനും ഇരിക്കാനും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. 3rd ഡേ ആണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലെത്തി ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എല്ലാ അമ്മമാരെയും പോലെ തന്നെ എനിക്ക് ബുദ്ധിമുട്ടേറിയതായിരുന്നു. എല്ലാ അമ്മമാർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അതായത് ഉറക്കം നമുക്ക് റെഡി ആവില്ല, പിന്നെ കുട്ടീനെ ഹാൻഡിൽ ചെയ്ത് പഠിക്കുന്നേ ഉള്ളൂ, പിന്നെ നമ്മുടെ തന്നെ ശരീരം ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവലപ്പായി വരുന്നേ ഉള്ളൂ. ആ മുറിവൊക്കെ ഒന്ന് ഉണങ്ങണ്ടേ. എനിക്കും അതൊരു നോർമലായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ എനിക്ക് നിപ്പിൾ ക്രാക്കിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അത് ഫസ്റ്റ് വീക്കിൽ തന്നെ വന്നതുകൊണ്ട് അതെന്നെ കുറച്ച് മെന്റലി കുറച്ച് തളർത്തിയിരുന്നു. എപ്പിസിയോട്ടമി വൂണ്ടൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലപോലെ ഹീൽ ആവുന്നുണ്ടായിരുന്നു. ഞാൻ നല്ലോണം കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. സിറ്റ്സ് ബാത്ത് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കുമായിരുന്നു. നന്നായിട്ട് ക്ലീൻ ചെയ്യും. ഓയിൻമെന്റ് ഒക്കെ, കോവിഡ് ഓയിൻമെന്റ് ഒക്കെ, ആന്റിബയോട്ടിക് ഓയിൻമെന്റ് ഒക്കെ താഴെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്ത് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഞാൻ ക്ലോത്താണ് യൂസ് ചെയ്തിരുന്നത്. 2-3 ദിവസം ഞാൻ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ദിവസമായപ്പോൾ ഞാൻ പാഡ് വെച്ച് തുടങ്ങി. വിസ്പർ ചോയ്സ് ആണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ, കാരണം ബ്രാൻഡ് ഞാൻ പറയുകയാണ്. 2 ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേനും എനിക്ക് വെള്ളത്തൊരു ഡിസ്കംഫേർട്ട് തുടങ്ങി ആ ഏരിയയിൽ. പാഡ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. ഇങ്ങനെ എനിക്ക് ചെറിയൊരു ഇച്ചിങ് ഒക്കെ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പാഡ് പിന്നെയും ഒഴിവാക്കി. ഞാൻ പിന്നെയും ക്ലോത്ത് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരു 15 ദിവസമൊക്കെ ആയിരുന്നവരെ എല്ലാം ഇവൺ ദോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത് എല്ലാ പ്രസവ ശേഷവും സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് പോലെയാണ് ഞാനും കണ്ടത്. പക്ഷേ 2 വീക്സ് ഒരു 3 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ എപ്പിസോട്ടമി വൂണ്ടൊക്കെ നല്ലോണം ഉണങ്ങേണ്ടതാണ്. താഴത്തെ പെയിനൊക്കെ നല്ലപോലെ കുറയേണ്ടതാണ്. പക്ഷെ എൻ്റെ കേസിൽ അങ്ങനെ കുറയുന്നില്ല. പെയിൻ കൂടാൻ തുടങ്ങി. അതായത് ഓരോ ദിവസം കഴിയും തോറും പെയിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരിക. സ്വെല്ലിങ് പോലെ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അതൊരു 5-6 ദിവസമായിട്ട് ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ വേദനയും 5-6 ദിവസമായിട്ടാണ് കൂടി വന്നത്. പ്ലസ് ഈവനിങ് ഒക്കെ ആകുമ്പം എനിക്ക് ഭയങ്കര ചൂട് ശരീരത്തിന്. അപ്പം ഞാൻ കരുതി ഹോർമോണൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഹോട്ട് ഫ്ലഷ് വരുമല്ലോ, അങ്ങനെ വരികയാണ് എൻ്റെ ശരീരത്തിൽ. പക്ഷേ പിന്നെ നോർമൽ ആയിരിക്കാം എന്ന് കരുതി. പക്ഷേ ആക്ച്വലി എനിക്ക് പനിക്കായിരുന്നു. അത് അടുത്ത ദിവസങ്ങളിൽ, അടുത്ത 2 ദിവസങ്ങളിൽ എനിക്ക് നല്ലപോലെ പനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇന്നലെ പനിച്ചത് തന്നെയായിരുന്നു. ഭയങ്കര മൂത്രം ഒഴിക്കാനൊക്കെ എനിക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യേണ്ടി വരികയാണ്. അത് ടോയ്ലറ്റിൽ പോകുമ്പോൾ അങ്ങനെ കുറച്ച് സ്ട്രെയിൻ ചെയ്തിട്ട് ബുദ്ധിമുട്ടിയാണ് മൂത്രം ഒഴിച്ച് കളയുന്നത് ഫുള്ള്. ശരിക്കും പറഞ്ഞാൽ ഡെലിവറി ടൈമിൽ എനിക്ക് ഇങ്ങനെ പെയിൻ വന്നിട്ടില്ല. അതിനെക്കാളും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിലേക്ക് എനിക്ക് വന്നത്. അപ്പോൾ ഞാൻ കരുതി ഇത് എന്തോ ഒരു പ്രശ്നമുണ്ട്. വൂണ്ടിനല്ല വേദന എന്ന് തോന്നുന്നു. എനിക്ക് ഫ്രണ്ടിലൊക്കെയാണ് വേദന എടുക്കുന്നത്. അതായത് എൻ്റെ ജെനറ്റൽ ഏരിയയിലാണ് വേദന എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു മിററൊക്കെ എടുത്ത് വെച്ച് ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര എഡിമാറ്റസ് ആയിട്ട് ഇരിക്കുകയാണ് എൻ്റെ ജെനറ്റൽ ഏരിയ. അതായത് വൾവൽ എഡിമ എന്ന് പറയും. അത് മാത്രമല്ല, അതിൻ്റെ ചുറ്റും എൻ്റെ തൈസിലെ സ്കിന്നൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഭയങ്കര ഡാർക്കായി ഇങ്ങനെ ബബിളൊക്കെ വന്ന് വളരെ മോശം കണ്ടീഷനിലായിരിക്കുന്നത്. ഇറ്റ് വാസ് ഹൊറിബിൾ വാച്ചിങ് ഇറ്റ്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇങ്ങനെ ആയിരുന്നു ദൈവമേ, ഒരാഴ്ച മുന്നേ ഞാനത് വെറുതെ എടുത്ത് നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. എപ്പിസോട്ടമി വൂണ്ടൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കുന്നുണ്ട്. അവിടുന്ന് ഒരു പഴുപ്പോ ഒരു ബ്ലഡോ ഒന്നും വരുന്നില്ല, ഒരു സ്റ്റെയിൻ പോലും ഇല്ല. പക്ഷേ ഫ്രണ്ടിൽ വൾവൽ ഏരിയയിൽ അവിടെ ഭയങ്കര വീർത്ത് കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല റെഡിഷ് ആയിട്ട് നിൽക്കുകയാണ്. വൾവൽ എഡിമ
സാധാരണ പോസ്റ്റ്പാർട്ടം പീരീഡിൽ കാണുന്ന ഒരു റെയർ കോംപ്ലിക്കേഷനാണ്. അപ്പം ഞാൻ കരുതി എൻ്റെ ദൈവമേ ഈ റെയറായ സാധനം എനിക്ക് തന്നെ വന്നല്ലോ. അടുത്ത ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് പനിച്ചു. പനി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വളരെ ഒരു ടോക്സിക് സ്റ്റേറ്റിലേക്ക് പോയി. വിറച്ച് നിൽക്കാൻ വയ്യ. വേദന എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഞാൻ പറഞ്ഞല്ലോ, പ്രസവ വേദനയെക്കാളും വേദനയായിരുന്നു. നിൽക്കാനോ ഇരിക്കാനോ കിടക്കാൻ തിരിയാൻ ഒന്നിനും വയ്യ. അവസാനം ഞാൻ പറഞ്ഞു രാത്രി തന്നെ പോകണം, ഒരു രക്ഷയില്ല, ഇത് കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ ഞാൻ തട്ടിപ്പോകുന്നൊക്കെ എനിക്കിങ്ങനെ തോന്നാൻ തുടങ്ങി. ദൈവമേ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കൊക്കെ വരാറുണ്ട് ഇങ്ങനെ. അതല്ലെങ്കിൽ മറ്റൊരു കാരണം ഒരു പക്ഷേ ഇൻഫെക്ഷൻ കൊണ്ടാകാം. അതല്ലെങ്കിൽ വല്ല ഹെമറ്റോമ പോലെ, ഹെമറ്റോമ എന്ന് പറയും, ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരാം. അപ്പം എനിക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം എൻ്റെ എപ്പിസോട്ടമി വൂണ്ടൊക്കെ വളരെ നോർമലാണ്, അത് ഇൻഫെക്റ്റഡ് ഒന്നും അല്ല. അതിൽ എഡിമേൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർട്ടാലിറ്റി ഭയങ്കര കൂടുതലാണ്. അതായത് മരിക്കാൻ സാധ്യത വളരെ കൂടുതലായ ഒരു കോംപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ പിന്നെ റെഫറൊക്കെ ചെയ്ത് നോക്കി. ഇങ്ങനെ നമ്മൾ കേസ് അധികം കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ആർട്ടിക്കിളൊക്കെ ഒന്ന് സെർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പം എനിക്ക് കിട്ടിയൊരു ആർട്ടിക്കിൾ പറഞ്ഞത് 75% മോർട്ടാലിറ്റി റേറ്റ് ഉള്ള ഒരു കോംപ്ലിക്കേഷനാണ് എന്നൊക്കെ കണ്ടു. അപ്പം ഞാനാകെ ദൈവമേ എൻ്റെ കാറ്റിപ്പോൾ പോകും എന്ന് വിചാരിച്ചു. അങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ചു. ഹസ്ബൻഡ് മൂപ്പരെ ഫ്രണ്ട്സിനെ മുഴുവൻ വിളിച്ചു. അവസാനം ഞങ്ങളുടെ ഒരു സാറുണ്ട്, സാറിനെ വിളിച്ചു പറഞ്ഞു. സാർ ഒരു ഫേമസ് ഗൈനക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ ഡോക്ടർ ഷൈജസ്, ഞങ്ങൾ രണ്ടുപേരെയും പ്രൊഫസറാണ്. സാറിന് ഒരുപാട് നന്ദിയുണ്ട് ആ സമയത്ത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തതിന്. സാർ അന്നേരം കറക്റ്റ് ടൈമിൽ സാറിന് കോണ്ടാക്ട് ചെയ്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫ് തന്നെ സേവ് ആയത്. വയനാട്ടിൽ നിന്ന് കാലിക്കറ്റിൽ കുറച്ചും കൂടി ഒരു ഹയർ സെൻറ്ററിലേക്ക് പോകാം എന്ന് നമ്മളിങ്ങനെ ഡിസൈഡ് ചെയ്തു. ഒരു ദിവസം ഞാൻ വയനാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ കിടന്നു. അതിന് നെക്സ്റ്റ് ഡേ കാലിക്കറ്റിലെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. പോകുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ആകെ വിഷമമാണ്. ഞാൻ ആകെ തളർന്നു ആ ടൈമിൽ. കാരണം ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇത് എങ്ങനെ എനിക്ക് സംഭവിച്ചു, ഇത് എനിക്ക് തന്നെ സംഭവിച്ചല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയാണ്. പോരാത്തതിന് വേദനയും. കൊറോണ ടൈമാണല്ലോ. ഈ ന്യൂ ബോൺ ബേബിനെയും കയ്യിൽ ഇങ്ങനെ പിടിച്ച് നമ്മൾ പോയി. എനിക്കാണെങ്കിൽ ഇരിക്കാൻ വയ്യ. ഞാൻ ബാക്ക് സീറ്റിൽ കിടന്നു പോയി എന്ന് വേണം പറയാൻ. അപ്പോൾ അവിടെ നിന്ന് കാഷ്വാലിറ്റിയിലെത്തി. കാഷ്വാലിറ്റിയിൽ നിന്ന് എന്നെ അവിടുത്തെ പ്രീ ലേബർ റൂമിലേക്ക് മാറ്റി. അവിടെ PG റെസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉള്ളു പരിശോധിച്ച് നോക്കി. എക്സാമിൻ ചെയ്ത് നോക്കിയപ്പം ചെറുതായിട്ടൊരു ഗ്രീൻ കളർ ഡിസ്ചാർജ് വരുന്നുണ്ടായിരുന്നു. ഇൻഫെക്ഷൻ അങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് അവിടെ അഡ്മിറ്റായി. അപ്പോൾ ഞാൻ ഈ പ്രീ ലേബർ റൂമിലിരിക്കുന്ന സമയത്ത് ബേബി ഉണ്ട് പുറത്ത്. എൻ്റെ പാരൻസിനാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കാണെങ്കിൽ ഇത് സീരിയസ് ആണ് എന്നുള്ളതൊന്നും അവരുടെ അടുത്ത് പറയാനും വയ്യ. ഞാനിങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചു, ഇതിന് കൂടുതൽ സീരിയസ് ആവല്ലേ, ഇനിയും സർജറി ഇനിയും വേണ്ടി വരല്ലേ. കാരണം ഈ എഡിമ, ഈ നീര് വന്നത് ഒരുപക്ഷെ അത് പഴുപ്പാവാം, അല്ലെങ്കിൽ ബ്ലഡ് ആവാം. അപ്പോൾ പഴുപ്പാണെങ്കിൽ അത് ചിലപ്പോൾ മരുന്ന് കൊണ്ട് മാറും. പക്ഷേ അത് മരുന്ന് കൊണ്ട് മാറിയില്ലെങ്കിൽ അത് സർജറി ചെയ്ത് ഡ്രെയിൻ ചെയ്ത് കളയേണ്ടി വരും. എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം നെക്സ്റ്റ് ഡേ ഡോക്ടേഴ്സൊക്കെ വന്ന് നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. സംഭവിച്ചത് വേറൊന്നും ആയിരുന്നില്ല. അവിടെ ഷേവ് ചെയ്തപ്പോൾ വന്ന ഒരു ചെറിയ ഇൻസൾട്ട്, അതിൽ നിന്ന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി. അവിടെയുള്ള ഹെയർ ഫോളിക്കിളിൻ്റെ അടിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നു. അത് ഞാൻ പോലും അറിയാതെ അത് വളർന്നു. കാരണം പോസ്റ്റ്പാർട്ടം പീരീഡിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. പാഡിൽ നിന്ന് ഫംഗൽ ഇൻഫെക്ഷൻ കിട്ടിയതും പിന്നെ എൻ്റെ പോസ്റ്റ്പാർട്ടം പീരീഡിലെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കുന്ന ആ അവസ്ഥയും ഒക്കെ ഇതിനെ അങ്ങോട്ട് വലുതാക്കി. അവിടെ വലിയൊരു ആപ്സസ് പോലെ വന്നു. ആ പഴുപ്പ് കൂടി അങ്ങനെ ആ ജെനിറ്റൽ ഏരിയ ഒക്കെ തടിച്ചു വീങ്ങി ഇങ്ങനെ വലിയ സൈസായി വന്നു. ആ ഇൻഫെക്ഷൻ എന്നിട്ട് പതുക്കെ എൻ്റെ യൂറിനറി ട്രാക്റ്റിലേക്ക് കയറി. അതുപോലെ തന്നെ എൻ്റെ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്കും കയറി വരികയായിരുന്നു. യൂറിനറി ട്രാക്റ്റിൽ വന്ന് എനിക്ക് UTI വന്നു, പെർപ്യൂരൽ സെപ്സിസ്. അത് വന്നു കഴിയുമ്പോൾ സെപ്സിസ് ആയില്ല കേട്ടോ എനിക്ക്, പക്ഷെ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കാരണം ഈ പച്ചക്കളറൊക്കെ വന്നല്ലോ, ഇൻഫെക്റ്റഡ് പസ്സൊക്കെ വന്നല്ലോ. അപ്പോൾ സെപ്സിസ് വന്ന് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പതിയെ നമ്മളുടെ ഓർഗൻസ് ഒക്കെ അടിച്ചു പോവും, ലിവർ പോവും, കിഡ്നി പോവും. അപ്പോൾ ഞാൻ അതിലേക്ക് പോയില്ല. ഒരു പക്ഷേ ഞാനൊരു 2 days കൂടെ ഞാൻ വൈകിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇത്രയും ഹെൽത്തി ആയിരിക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ ഏതെങ്കിലും ഒരു ഓർഗൻ എന്തെങ്കിലും അടിച്ചു പോയിട്ടുണ്ടാവുമായിരുന്നു. ഭാഗ്യവശാൽ നമ്മളത് നേരത്തെ ഇൻ്റർവ്യൂ ചെയ്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആക്ച്വലി എന്നെ ചെയർഫുൾ ആക്കിയത്, എന്നെ അവിടെ ട്രീറ്റ് ചെയ്ത ഡോക്ടറാണ്, ഡോക്ടർ ബവിൻ സാറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്താ പറയുക, എൻ്റെ മൂഡ് എന്നെ മാറ്റിക്കളഞ്ഞു. സാറ് വളരെ പോസിറ്റീവായിട്ട് വന്ന് സംസാരിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല എന്നെനിക്ക് മനസ്സിലാക്കി തന്നത് സാറാണ്. ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ ബുദ്ധിമുട്ട് പോസ്റ്റ്പാർട്ടം പീരീഡിൽ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഈ ഒരു കോംപ്ലിക്കേഷൻ വന്നപ്പോഴാണ്.
അപ്പോൾ ഒരു തരത്തിൽ നോക്കിയാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, എങ്കിലും ഞാൻ ഒരുപാട് അനുഭവിക്കുകയും കൂടി ചെയ്തു. ഞാനിത് പറയുമ്പം എനിക്കറിയാം ഒരുപാട് പേരെന്നെ ജഡ്ജ് ചെയ്യും. കാരണം ഡോക്ടറായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയും ഡോക്ടറായിട്ടൊന്നും അറിഞ്ഞില്ലേ. നമുക്ക് നമ്മുടെ ജെനിറ്റൽ ഏരിയ കണ്ണുകൊണ്ട് ആക്സസ് കുറവായിട്ടുള്ള ഏരിയ ആണ്. അവിടെ നോക്കിയിട്ട് എനിക്ക് നീര് വന്നു എന്നുള്ളത് ഞാൻ ഒരുപക്ഷെ മുന്നേ കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഹെയർ ഫോളിക്കിൾ ഇരിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ മുമ്പേ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇത് തടിച്ച് വീങ്ങി ഇങ്ങനെ ഒരു ഗ്രോസ് ആയിട്ട് ഒരു വീക്കം വന്നപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടത്. പാൽപ്പേറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു സ്വെല്ലിങ് ഉള്ള പോലെ എനിക്ക് തോന്നിയതിന് ശേഷമാണ് ഞാനിത് ഒന്ന് മിററൊക്കെ വെച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ നോക്കുന്നത്. ഇതെൻ്റെ കാലുകളാണ്, ഇങ്ങനെ അനക്കാൻ പറ്റും.